എല്ലാവർക്കും നമസ്കാരം. SCRPSC അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LD 2024 അതേപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ഇതിനെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരള ചരിത്രം. ആ കേരള ചരിത്രത്തിലെ സംഗ്രാമ, അതായത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ വളരെ ബ്രീഫായിട്ടുള്ളൊരു ഫോമാണ് കൊടുക്കുക. അതിനെ ആധാരമാക്കി കേരള ചരിത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, നിർബന്ധമായിട്ട് എഴുതിയെടുക്കുക, എല്ലാവരും പഠിക്കുക. യൂറോപ്യരുടെ ആഗമനം 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാപ്പാട്, അവിടെ വാസ്കോ ഡ ഗാമ എത്തിച്ചേരുകയാണ്. കാപ്യ എന്നാണ് അവരുടെ ടെക്സ്റ്റിൽ ആ സ്ഥലം സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമെന്ന് KM പണിക്കർ മാർക്ക് ചെയ്യുക. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കും. KM പണിക്കർ വിശേഷിപ്പിച്ച യുഗം അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ യുഗം ആരംഭിക്കുകയാണ്. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? KM പണിക്കർ. 1498 ആര് എത്തുന്നത്? വാസ്കോ ഡ ഗാമ, പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ. പിന്നീട് 5 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്നു യൂറോപ്യൻ ആധിപത്യം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തി ആദ്യത്തെ ആളുകളാണ് ആര്? പോർച്ചുഗീസുകാർ. അപ്പം ക്രമം ചോദിക്കും. പോഡ ബീഫേ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. ഓക്കെ, പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് അല്ല ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പോൾ ഇതാണ്. ഇനി നോക്കുക. പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ്, നമ്മൾ കർദാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറുമി സിനിമയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? കർദാസ് അല്ലെങ്കിൽ കാർട്ടസ് വ്യവസ്ഥ നടപ്പാക്കിയതിലൂടെ. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാന്ന് ചോദിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ്. എന്തായാലും ആരാണ് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയത്? പോർച്ചുഗീസുകാരാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക അതിലൂടെ അവർ സ്വന്തമാക്കി. അവർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നത് വരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വെക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ശക്തരായി വന്നവരാണ് ഡച്ചുകാർ. 17-ാം നൂറ്റാണ്ടിൽ അവർ ശക്തരായി വരികയാണ്. അതുവരെ പൗരസ്ത്യ വ്യാപാരം, ഓക്കെ, പാശ്ചാത്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് പൗരസ്ത്യം. അതായത് കിഴക്ക് വശത്തുള്ള വ്യാപാരം, അതായത് നമ്മുടെയൊക്കെ സൈഡുള്ള വ്യാപാരം അവർ കുത്തകയായിട്ട് വെച്ചു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തുകയും സാമൂതിരിയുമായി കരാറിലേർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേർന്നു, സാമൂതിരിയുമായി കരാറിലേർപ്പെട്ടു, കോഴിക്കോട് തുറമുഖത്ത് അവരൊരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. അവർ മധ്യ കേരള മുഖ്യന്മാരുമായും കരാറിലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ കുരുമുളക്, ഇഞ്ചി ഇതെല്ലാം അവർ ശേഖരിച്ചു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ അവരുടെ വ്യാപാര കുത്തക ഡച്ചുകാർ അവസാനിപ്പിക്കുകയാണ്. കന്യാകുമാരിയിലെ കുളച്ചിലിൽ ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മാർത്താണ്ഡവർമ്മ ഇവിടം കോട്ട കെട്ടി സംരക്ഷിച്ചു. ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഈ കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡച്ചുകാർ 1741 കുളച്ചിൽ യുദ്ധം നയിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഡച്ചുകാർ വേഴ്സസ് മാർത്താണ്ഡവർമ്മ അല്ലെങ്കിൽ തിരുവിതാംകൂർ 1741 കുളച്ചിൽ യുദ്ധം. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ്. അങ്ങനെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് അവരുടെ ശക്തിയും ക്ഷയിക്കുകയാണ്. അപ്പോൾ ആദ്യം പോർച്ചുഗീസുകാരായിരുന്നു ശക്തന്മാർ, പിന്നെ അത് മാറി ഡച്ചുകാരായി. 1741 കുളച്ചിൽ യുദ്ധത്തോടെ ഡച്ചുകാരുടെ പത്തിയും അടങ്ങി. ഇനി നോക്കുക, എന്താണ് കർദാസ്? പോർച്ചുഗീസുകാരുടെ കർദാസ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കർദാസ്. അപ്പോൾ കർദാസ് എന്ന് പറയുമ്പോൾ ഒരു പാസ്സാണ്. എന്താണത്? ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക്
ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർത്തസ് സ്വന്തമാക്കണമായിരുന്നു. വിവരങ്ങൾ, ചരക്കിന്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർത്തസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ കാർത്താസ് എന്ന് പറയുമ്പോൾ ഒരു പാസ്സാണ്. ആ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കപ്പലിറങ്ങാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അറബിക്കടൽ വഴി പോകണമെങ്കിൽ നിർബന്ധമായും എന്ത് വേണം? കർത്താസ് വേണം. ഈ കർത്താസ് ആരാണ് ഇഷ്യൂ ചെയ്യുക? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അവരുടെ അനുവാദം ഇല്ലാതെ ഒരു കപ്പലും ഇവിടെ വന്നിട്ട് വ്യാപാരം നടത്തിയിട്ട് പണ്ട് പോയിരുന്നത് കപ്പലുകളിലാണല്ലോ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത്, ചരക്കുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കപ്പലിറങ്ങണമെങ്കിൽ ആരുടെ അനുവാദം വേണം? പോർച്ചുഗീസുകാരുടെ അനുവാദം വേണമെന്നായി. അതിനാണ് എന്ത്? കാർത്തസ് എന്ന് പറയുന്നത്. ഒരു പാസ്സാണ്. ഓക്കെ, അടുത്തതാ നോക്കുക. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുന്നുണ്ട്. പോർച്ചുഗീസുകാരെ തുരത്താൻ വേണ്ടിയിട്ട് സാമൂതിരിക്ക് അവർ ആവശ്യമായ സഹായമെല്ലാം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പാണ്ടികശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങി. അങ്ങനെ ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവർ പാണ്ടികശാല, അതായത് ഫാക്ടറീസ് എന്നാണ് പറയുക, പക്ഷേ ഫാക്ടറീസ് അല്ല, സംഭരണശാലകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഫാക്ടറീസ് എന്ന് പറയുമ്പോൾ ഉൽപ്പാദനം നടത്തുന്ന കേന്ദ്രങ്ങളല്ലേ ഫാക്ടറികൾ, അങ്ങനെയല്ല. ഇവർ ഇപ്പോൾ നമ്മളതിൽ ഫാക്ടറി സ്ഥാപിച്ചു, സൂറത്തിൽ ഫാക്ടറി സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഫാക്ടറി എന്നുള്ളൊരു ഇതല്ല വരേണ്ടത്. ഒരു ഗുഡൗണ്, നമ്മളെ ഗോഡൗൺ എന്ന് പറയും, ഗുഡൗണ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക. അങ്ങനെ ഇവർ തീരപ്രദേശങ്ങളെല്ലാം അധീനതയിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവരികയാണ്. ഫ്രഞ്ചുകാർ വേറൊരു ശക്തിയായിരുന്നു. ഫ്രഞ്ചുകാരുടെ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു മാഹി. അങ്ങനെ മാഹിയിൽ, വടകരയിലെ ഭരണാധികാരികളിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർക്ക് അനുമതി ലഭിക്കുകയാണ്. അങ്ങനെ ഒരു 18-ാം നൂറ്റാണ്ടായപ്പോൾ തന്നെ കേരളത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഇവർ, അതായത് വിദേശ ശക്തികൾ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിക്കുക, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ശത്രുശക്തികളെല്ലാം തുരത്തി കേരളത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം എതിർത്ത് ഒരുപാട് പേര് ഒരുപാട് സമരങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ബ്രിട്ടീഷുകാരും ബാക്കിയുള്ള ചരിത്രകാരന്മാരും കലാപം എന്നാണ് പറഞ്ഞത്. കാരണം അവരുടെ ഭരണത്തിനെതിരെ ചെയ്യുമ്പോൾ അവർ കലാപം എന്ന് പറയും. അപ്പോൾ ഇതെന്തൊക്കെയാണ് സംഭവം എന്ന് നോക്കാം. ഒന്ന്, കുഞ്ഞാലിമരയ്ക്കാന്മാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാന്മാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിക്കുന്നുണ്ട്. ഒളിപ്പോര്, ഗറില്ല യുദ്ധമുറകൾ. കുഞ്ഞാലി ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, നാലാമൻ, അങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി നാലാമനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിക്കുന്നുണ്ട്. 1600 ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം 4 കുഞ്ഞാലി മരയ്ക്കാന്മാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുമാരുമായിട്ട് പടവെട്ടിയ ആള് കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ. ഓക്കെ, വടകരയിലെ പുതുപ്പണം കോട്ടയുടെ ആസ്ഥാനം. ഇനി അടുത്തത് ആറ്റിങ്ങൽ കലാപം. ഇതിനൊക്കെ ഇവർ കലാപം എന്നാണ് പേരിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. ഇതിനു മുമ്പ് അഞ്ചുതെങ്ങിൽ ഒരു കലാപം നടന്നിട്ടുണ്ടായിരുന്നു. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട നിർമ്മിക്കുന്നുണ്ട് 1695, 1695. ഇപ്പോൾ ഇവിടുത്തെ കുരുമുളക് സംഭരിക്കാനും ഉള്ള എല്ലാ അവകാശവും 1695 അവർ സ്ഥാപിച്ച ആ കോട്ടയ്ക്കകത്ത് അവരതൊക്കെ വെച്ചിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം 1697 ഇതിനെതിരെ ഇവിടെയുള്ള കുറേ ആളുകൾ ഒരു പോരാട്ടം സംഘടിപ്പിച്ചു. 1697 ഇതിനെ അഞ്ചുതെങ്ങ് കലാപം എന്നാണ് പറയുക. പക്ഷെ അത് സംഘടിതമായിരുന്നില്ല, ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ്. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ടികശാല ആക്രമിക്കുകയും
140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. 1721 ഈ കലാപങ്ങളൊക്കെ അടിച്ചമർത്താൻ വേണ്ടി എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, സൈന്യത്തെ കൊണ്ടുവന്നത്, പോലീസിനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നാണ്. ഇനി എന്താണ് അഞ്ചുതെങ്ങ് കലാപത്തിനുള്ള കാരണം പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കും. വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാന കാരണം. വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ചു. അവർ നേരിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കുറേ പേർക്ക് അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അത് പാരിതോഷികം കൊണ്ടുപോകുന്ന ആളുകളെ ഇവർ ആക്രമിച്ചു. ആറ്റിങ്ങൽ കലാപം. അടുത്തത് കുളച്ചിൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചിൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് മാർത്താണ്ഡവർമ്മ വേഴ്സസ് ഡച്ച്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി, സിലോൺ എന്ന് പറയുമ്പോൾ ശ്രീലങ്ക, ഇന്നത്തെ ശ്രീലങ്ക, ശ്രീലങ്കയിൽ നിന്നും പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചിലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളം, മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം ഏതാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റിലൂടെ ചോദിക്കും. ഏതാണ്? കൽക്കുളം. കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിന് കാരണമായി. 1741 ഓഗസ്റ്റ് 10. അപ്പോൾ സിലോണിൽ നിന്നെല്ലാം ആരംഭിച്ച് ഇവിടെ വന്ന് ഓരോ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു അവർ ചെയ്തത്. ക്യാപ്റ്റൻ ഡിലനോയ്, ഇപ്പോൾ ഡിലനോയെ തടവിൽ വയ്ക്കുന്നുണ്ട്. ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിലെ വലിയ കപ്പിത്താനായി മാറി. അങ്ങനെ കപ്പിത്താൻ എന്ന പേര് കിട്ടിയ വ്യക്തിയാണ് ക്യാപ്റ്റൻ ഡിലനോയ്, ഡച്ചുകാരൻ. ക്യാപ്റ്റൻ ഡിലനോയ്, ഡച്ചുകാരൻ. കുളച്ചിൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, കുഞ്ഞാലി മരയ്ക്കാന്മാരെ കുറിച്ച് പറഞ്ഞു, ആറ്റിങ്ങൽ കലാപം പറഞ്ഞു, കുളച്ചിൽ യുദ്ധം പറഞ്ഞു. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട സംഭവങ്ങളാണ്. അടുത്ത 18-ാം നൂറ്റാണ്ടിലെ കേരളം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആരോഹണം നടക്കുകയാണ്. അങ്ങനെ തിരുവിതാംകൂർ, ആധുനിക തിരുവിതാംകൂർ എന്ന് അറിയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് തിരുവിതാംകൂർ കിടക്കുകയാണ്. 1729 മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം നടത്തുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നോക്കുക, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ക്ഷേത്രക്കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടെഴുത്ത്. ഈ ഭൂസർവേ ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമായി. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ചോദിക്കും. കണ്ടെഴുത്ത് ആർക്കൊക്കെ ബാധകമായിരുന്നു എന്ന് ചോദിക്കും. ഇപ്പോൾ ദേവസ്വം ഭൂമികൾക്കും ബാധകമാണ്, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമാണ്. ഇനി ക്ഷേത്ര കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാർ എന്ന പ്രഭുക്കന്മാരെ, എട്ടുവീട്ടൽ പിള്ളമാർ, അദ്ദേഹം അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഈ നടപടികൾ രാജകുടുംബത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ക്ഷേത്രങ്ങൾക്കും പ്രഭുക്കന്മാർക്കുമുള്ള ഓഹരികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. എന്തിനാണ്? നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഭൂമിയെ എങ്ങനെയാണ് വേർതിരിച്ചത്? നോക്കുക, ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്ന് അടയാളപ്പെടുത്തിയിട്ടു. ഓക്കെ, അപ്പോൾ പണ്ടാരം വക രാജ്യത്തിൻ്റെ ഭൂമി, സർക്കാർ വക. ഓക്കെ, പിന്നീട് ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ
തരംതിരിച്ചു. എങ്ങനെയാണ്? ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക. കുരുമുളക്, ഉപ്പ്, പുകയില എന്നിവയുടെ വ്യാപാരത്തിന്മേൽ ഉണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. അപ്പോൾ വ്യാപാര കുത്തക തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നുണ്ട്? സുസ്ഥിരമാക്കുന്നുണ്ട്. അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായി വിഭജിച്ച് കടന്ന കൊച്ചിയിന്മേലും മാറ്റങ്ങൾ സംഭവിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. ശക്തൻ തമ്പുരാനും ഇതേ നടപടികൾ സ്വീകരിച്ചു. അവിടെ 18-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിൽ ഭൂസർവേ ആരംഭിക്കുന്നുണ്ട്. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമകളായുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിച്ചു. അവിടെ കേട്ടിട്ടാണ് കൊച്ചിയിൽ നികുതി നിശ്ചയിച്ചത്. അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഇതിനെ കേട്ടെഴുത്ത് എന്നറിയപ്പെട്ടു. കേട്ടെഴുത്ത്. തിരുവിതാംകൂറിൽ എന്തായിരുന്നു? കണ്ടെഴുത്ത്. കണ്ടെഴുത്ത് ദേവസ്വത്തിനും ബ്രഹ്മസ്വത്തിനും ബാധകമായിരുന്നു. ഇവിടെ എന്താണ്? കേട്ടെഴുത്ത്. കേട്ടെഴുത്ത് എവിടെ? കൊച്ചിയിൽ. ഇതേ തുടർന്ന് നിർണയ ഉദ്യോഗസ്ഥന്മാർ ഭൂമി പരിശോധിക്കുകയും അളക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയാവുകയും ചെയ്തു. എന്താണോ കണ്ടത് അതിൻ്റെ രേഖ കണ്ടെഴുത്ത് എന്നറിയപ്പെട്ടു. ഓക്കെ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. എങ്ങനെയാണ്? കോവിലകത്തും വാതുക്കൽ. അപ്പോൾ ഇതെന്താന്ന് ചോദിക്കും? റവന്യൂ ഘടകങ്ങൾ. റവന്യൂ ഘടകങ്ങൾ. ഓക്കെ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അടുത്ത 18-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യം മൈസൂർ ഭരണാധികാരികളെ മലബാർ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഹൈദരാലി, അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ, ഇവരെല്ലാവരും ആക്രമിക്കുന്നുണ്ട്? മലബാർ ആക്രമിക്കുന്നുണ്ട്. മലബാർ ആക്രമിക്കുന്നുണ്ട്. ഓക്കെ. നോക്കുക. ഇവരുടെ ആക്രമണം നേരത്തെ പറഞ്ഞ പോലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പുതിയ റവന്യൂ പരിഷ്കാരം 1773 അവർ നടപ്പിൽ വരുത്തി. നികുതിയായി ഉൽപാദനത്തിൻ്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്നും, പ്രധാനമായും കാണക്കാരിൽ നിന്നും, ഒരു ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ്, കാണക്കാരിൽ നിന്നും പിരിച്ചു. അങ്ങനെ നികുതി ഏർപ്പെടുത്തുന്നുണ്ട് ഇവിടെയും. എവിടെ? മലബാർ ഏരിയയിൽ. മലബാർ ഏരിയയിൽ നികുതി വ്യവസ്ഥ മാറ്റം വരാൻ കാരണം ചോദിച്ചു പറഞ്ഞാൽ മൈസൂരിലുള്ള ആളുകളുടെ ആക്രമണമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് നോക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട പരിഷ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു. 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്നുണ്ടെന്ന് പറഞ്ഞു. സ്ഥാനാരോഹണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. തൃപ്പടിദാനം 1750 ജനുവരി 3 തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ച ചടങ്ങായിരുന്നു ഏത്? തൃപ്പടിദാനം. 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 രണ്ടാമത്തത്, രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. അപ്പോൾ ഏറ്റവും താഴെയുള്ള റവന്യൂ ഘടകം എന്ന് പറയുന്നത് ഗ്രാമമാണ്. ആ ഗ്രാമത്തിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? പ്രവർത്തിക്കാർ. ആരാണ്? പ്രവർത്തിക്കാർ. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുൽക്കൽ. ഓക്കെ. മണ്ഡപത്തും വാതുൽക്കൽ. ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന് മണ്ഡപത്തും വാതുൽക്കൽ ഉണ്ടാകും. ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു ഇത്. തിരുവിതാംകൂറിലാകെ 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിച്ചു. ഓക്കെ. 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിച്ചു. വിവിധ മുഖങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങളായി സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബജറ്റ് അദ്ദേഹം രൂപം നൽകുന്നുണ്ട്. പതിവ് കണക്ക് സമ്പ്രദായം ആരംഭിച്ചു. അതേപോലെ തന്നെ ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നായിരുന്നു സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. സൈന്യത്തിലുള്ള ആളുകൾക്ക് ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂണെന്ന പെൻഷനും നൽകിയിരുന്നു. ഇരയിളി അടുത്തൂണെന്ന പെൻഷനും നൽകിയിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി
അദ്ദേഹത്തിന് ഡച്ച് പട്ടാളക്കാരനായ ഡിലനോയ്, നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ കപ്പിത്താൻ്റെ സഹായവും ലഭിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൃപ്പടിദാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ഘടകം, റവന്യൂ ഘടകത്തിൽ ഏറ്റവും താഴെയുള്ള ഘടകം ഗ്രാമമായിരുന്നു. പ്രവർത്തിക്കാർ ആയിരുന്നു അതിൻ്റെ ഹെഡ്. ഗ്രാമങ്ങൾ കൂടിച്ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ, അങ്ങനെ 20 മണ്ഡപത്തും വാതുക്കൽ ഉണ്ടായിരുന്നു. ഒരു മണ്ഡപത്തും വാതുക്കൽ കാര്യസ്ഥൻ്റെ നേതൃത്വത്തിൽ. ആ മണ്ഡപത്തും വാതുക്കലിൻ്റെ ഹെഡാരാണ്? കാര്യസ്ഥൻ. പതിവ് കണക്ക് കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെ സ്ഥിര സൈന്യം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. തിരുവിതാംകൂർ സൈന്യത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഒരു ഡച്ച് കപ്പിത്താൻ്റെ, അതായത് വലിയ കപ്പിത്താൻ ഡിലനോയുടെ പരിശീലനവും കിട്ടിയിരുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശക്തൻ തമ്പുരാൻ 1790 to 1805. കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന്റെ യുഗമായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയ പൊതുജന ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തികളെല്ലാം അദ്ദേഹം ചെയ്തു. അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മ ചെയ്ത പോലെ കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിക്കുന്നുണ്ട്. ഒരു കേന്ദ്രീകൃത ഭരണമാണ് ഇവർ രണ്ടുപേരും മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത് ചോദിക്കും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിലെ ഭരണം ശക്തൻ തമ്പുരാൻ എങ്ങനെയാണ് നടത്തിയത്? വികേന്ദ്രീകരണമാണോ കേന്ദ്രീകരണമാണോ? എന്താണ്? കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് മൈസൂർ ആക്രമണങ്ങൾ. 1760-കളിൽ ഹൈദരാലി മൈസൂരിലെ സുൽത്താനായിരുന്നു ഹൈദരാലി. അദ്ദേഹം കേരളത്തിലേക്ക് ആക്രമണത്തിന് തുടക്കം കുറിക്കുകയാണ്. കണ്ണൂരിലെ ആലി രാജ കോലത്തുനാടുമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരാലിയെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കണ്ണൂരിലെ ആലി രാജ കോലത്തുനാടുമായിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ വിരോധം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചു. അദ്ദേഹം ആലിരാജയുടെ സഹായത്തോടെ കോലത്തുനാട് കൊട്ടാരം ആക്രമിച്ചു. തുടർന്ന് കോട്ടയം, അതായത് മലബാർ സൈഡിലെ കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നീ പ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞു. ഓക്കെ, അങ്ങനെ ഈ ശക്തികളെ കീഴടക്കിയതിന് ശേഷം മൈസൂർ സൈന്യം കോഴിക്കോടും ആക്രമണം നടത്തി. 1773 ഹൈദർ രണ്ടാം ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂർ എന്ത് ചെയ്തു? ശക്തമായി എതിർക്കുകയാണ് 1773 ആക്രമണത്തെ. ഇനി ഹൈദരാലിയുടെ മകൻ, അതേപോലെ തന്നെ പിൻഗാമി ആരാണ്? ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിച്ച് 1758 തെക്കൻ മലബാർ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവന്നു. ഫറൂഖാബാദ് എന്ന് പിന്നീട് അറിയപ്പെട്ട കോഴിക്കോട്ടുള്ള ഫറൂഖ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. ഫറൂഖ് 18-ാം നൂറ്റാണ്ടിലെ അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തി. 1792 അദ്ദേഹം ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയാണ്. ടിപ്പു 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയാണ്. അങ്ങനെ മലബാർ ആരുടെ അധീനതയിലായി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശം ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? മലബാറാണ്. തിരുവിതാംകൂറും കൊച്ചിയും രാജാക്കന്മാരാണ് ഭരിച്ചതെങ്കിൽ മലബാർ ആരാണ് ഭരിച്ചത്? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാം. ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തി 19-ാം നൂറ്റാണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ മലബാറിലെ പ്രദേശങ്ങളൊക്കെ വന്നു. അപ്പോൾ അവിടെ കൂടുതൽ മാറ്റങ്ങൾ വന്നു. ഓക്കെ, മലബാറിലെ എല്ലാ മുഖ്യന്മാരെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുത്ത് അവർക്ക് മാലിഖാൻ, എന്താണ് മാലിഖാൻ എന്ന് ചോദിക്കും. പെൻഷൻ. ഓക്കെ, മലബാറിലെ മുഖ്യന്മാർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്ന പെൻഷനാണ് എന്ത്? മാലിഖാൻ. മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു.
അങ്ങനെ ജന്മിമാർക്ക് ഉടമസ്ഥ അവകാശം നൽകി. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേലുണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്തുടമകളാക്കുകയും ചെയ്തു. കാണക്കാർ അഥവാ കുടിയാന്മാരെ കുടികിടപ്പ് കർഷകർ എന്ന നിലയിലേക്ക് തള്ളിയിട്ടു. കാണക്കാർ ആരായി മാറി? കുടികിടപ്പ് കർഷകരായി മാറി. നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മലബാറിൽ വിപുലമായൊരു ഭരണ സംവിധാനം ഒരുക്കപ്പെട്ടു. പ്രാദേശിക മുഖ്യരിലൂടെ പരോക്ഷ നികുതി പിരിവ് പരാജയമാണെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ജോയിന്റ് കമ്മീഷണർമാരെ നിയമിക്കുന്നുണ്ട്. നേരിട്ട് നികുതി പിരിക്കാൻ വേണ്ടി, പരോക്ഷമായിട്ട് നികുതി പിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജോയിന്റ് കമ്മീഷണർമാരെ ഈ ചുമതല ഏൽപ്പിക്കുകയാണ്. ഓക്കെ. ഇതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യം ആയി മാറി. നാമമാത്രമായ അധികാരമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇവർ ബ്രിട്ടീഷുകാരുടെ അധീശത്വം എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. അതേ വർഷം തന്നെ ജോയിന്റ് കമ്മീഷണർമാരെ നിയമിക്കുന്നുണ്ട്. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിലെത്തി അവർക്ക് ആനുകൂല്യം അഥവാ മാലിഖാന നിശ്ചയിച്ചു. 1793 മാർച്ച് 30 മലബാറിനെ 2 മേഖലകളാക്കി തിരിച്ചു. 1793 മാർച്ച് 30 മലബാറിനെ 2 മേഖലകളാക്കി തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമാക്കി വടക്കൻ മലബാർ. അപ്പോൾ വടക്കൻ മലബാറിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കും. എവിടെയാണ്? തലശ്ശേരി. ചെർപ്പുളശ്ശേരി ആസ്ഥാനമാക്കി തെക്കൻ മലബാർ. ചെർപ്പുളശ്ശേരി ആസ്ഥാനമാക്കി തെക്കൻ മലബാർ. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിന് വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. കോഴിക്കോട് ആസ്ഥാനമാക്കി എന്ത് ചെയ്തു? ഒരു മുഴുവൻ മലബാറിന് വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1700 വരെ 1792 മുതൽ 1800 വരെ ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു മലബാർ. 1800 അത് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മാറ്റി. അതായത് മദ്രാസ് ആസ്ഥാനമാക്കിയിട്ട് മലബാർ ഭരിക്കും. ഓക്കെ. നോക്കുക, അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ വേണം നിങ്ങളത് കാണാൻ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു മലബാർ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. കൊച്ചി നോക്കുക, 1791 ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവയ്ക്കുന്നുണ്ട്. കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്തരാജ്യമായിട്ട് മാറി. 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. അതേപോലെ തന്നെ തിരുവിതാംകൂർ 1795 ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. ആ ഉടമ്പടിയിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1805 ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടാക്കിയ വേറൊരു ഉടമ്പടിയിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക രാജ്യമായിട്ട് മാറുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയാണ് അവസ്ഥ. അതായത് ഈ മലബാർ എന്നുള്ളത് നോക്കുക, ഈ വൈറ്റ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മലബാർ മൊത്തം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. തിരുവിതാംകൂറും കൊച്ചിയും ഒരു നാട്ടുരാജ്യമായിട്ട് തുടർന്നുവെങ്കിലും അവരുടെ അധികാരവും ആർക്ക് തന്നെയാണ്? ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. ഓക്കെ. സ്വാഭാവികമായിട്ടും ഈ 3 പ്രദേശങ്ങളിലും അവരിടപെടാൻ തുടങ്ങും. അവിടുത്തെ സമ്പദ്ഘടന, നികുതി വ്യവസ്ഥ, അതേപോലെ തന്നെ നിയമവ്യവസ്ഥ, ഇവിടെ എല്ലാം അവർ ഇടപെടാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വിശാലമായ ഒരു ഭരണവ്യവസ്ഥ അവർ നടപ്പിലാക്കുന്നുണ്ട്. ക്രമേണ നികുതി പിരിക്കാനായി പ്രാദേശിക മുഖ്യന്മാരെ സ്ഥാനത്ത് കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാർ, നമ്മൾ നേരത്തെ അത് പറഞ്ഞാണ്, ഇത് വേറെ ചാപ്റ്ററായ കാരണം കൊണ്ട് ഇതിലൊന്നുകൂടെ സ്വൂചിപ്പിച്ചു എന്ന് തന്നെ ഉള്ളൂ. ഓക്കെ, അവരെ നിയമിക്കുന്നുണ്ട്. മലബാറിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിനും കൊച്ചിക്കും ഒരളവ് വരെ സ്വയംഭരണ അധികാരം ഉണ്ടായിരുന്നു. ഒരളവ് വരെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരളവ് വരെ. യൂറോപ്യർ മുൻകൈയെടുത്ത് തോട്ടകൃഷിയും മൂലധന നിക്ഷേപവും കേരളത്തിൽ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയായിരുന്നു പ്രധാന തോട്ടവിളകൾ. ഏതൊക്കെയായിരുന്നു? തേയില, കാപ്പി, റബ്ബർ, ഏലം. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾ കൂടുതലായി വികസിച്ചു. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ ഇത് കൂടുതലായിട്ട് വികസിച്ചു. തോട്ടങ്ങളുടെ ഇത്തരത്തിലുള്ള വളർച്ചാ നിരക്കിന് കാരണമായത് തിരുവിതാംകൂറിൽ മുൻനിര തോട്ടവിളകൾക്ക് അനുയോജ്യമായ ഭൂനിരപ്പിൽ നിന്നും ഉയർന്നതും ഗുണമേറിയതുമായ മണ്ണുള്ളതാണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ അത് കൂടുതലായിരുന്നു.
തൽഫലമായി മലബാറിലെ നികുതി പിരിവിൽ സ്തംഭനമുണ്ടായി. എന്നാൽ തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി. അപ്പോൾ തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി നടന്നു. കാരണം അവിടെ തോട്ടവിളകൾ ഒരുപാട് കൃഷി ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി നോക്കുക. രാഷ്ട്രീയ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വാണിജ്യത്തിൽ സ്വേച്ഛാധികാരം നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, അതേപോലെ തന്നെ ഫ്രഞ്ചുകാർ, ഇവരെക്കാൾ ഒരു പടി മുമ്പിൽ ഇവർ നിൽക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയ അധികാരമുണ്ട്, ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തോടെ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ 1850-കൾക്ക് ശേഷം 1900 വരെ കൊളോണിയൽ മൂലധനത്താൽ നിയന്ത്രിക്കപ്പെട്ട സ്വതന്ത്ര വ്യാപാരം കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, അങ്ങനെ കേരളം മുഴുവൻ ആരുടെ അധീനതയിലായി മാറി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആ സമയത്ത് കേരളത്തിലെ ആഭ്യന്തര ഉൽപ്പാദനത്തിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. യൂറോപ്യൻ ബന്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക, കുറഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് ധാരാളം കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ വികാസം പ്രാപിച്ചു. വാണിജ്യ കൃഷിയുടെ വികാസവും അതിൻ്റെ പൂർണ്ണമായും ഭാഗികമായും സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള വർദ്ധിച്ച ആവശ്യകതയുമാണ് ഇത് സാധ്യമാക്കിയത്. കയറടക്കമുള്ള എല്ലാ കാർഷിക സംസ്കരണ വ്യവസായങ്ങളും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ളതും പ്രധാന വ്യവസായ സ്ഥാപനങ്ങളെല്ലാം യൂറോപ്യൻ ഉടമസ്ഥതയിൽ തുടരുന്നതുമായിരുന്നു. അവർ തന്നെ ഇവിടെ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ, കുറേ ഫാക്ടറികളെല്ലാം സ്ഥാപിക്കുന്നുണ്ട്. എന്നിട്ട് അവരിവിടുന്ന് അതെല്ലാം, ഇവിടുത്തെ റോ മെറ്റീരിയൽ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് അല്ലെങ്കിൽ വിലയൊന്നും കൊടുക്കാതെ അവർ സ്വന്തമാക്കി ഇവിടുന്ന് ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവരുടെ നാട്ടിലേക്ക് അത് അയച്ചു. നമ്മുടെ എക്കണോമിക്ക് അത് യാതൊരു ഗുണവും ചെയ്തില്ല. അങ്ങനെ ആഭ്യന്തര ഉൽപ്പാദനം കുറയുകയാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വളരെയധികം കുറവ് വരികയാണ്. കുരുമുളക്, കേരളത്തിൻ്റെ ഒരു തദ്ദേശീയ സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. സംഘകാലം മുതൽ ഇത് കൃഷി ചെയ്തു വരുന്നു എന്നാണ് പറയുന്നത്. യവനപ്രിയ, ഗ്രീക്കുകാർക്കും റോമക്കാർക്കും അവരുടെ വ്യാപാരികൾക്ക് പ്രിയപ്പെട്ടത് എന്നറിയപ്പെട്ടിരുന്ന ഒരു സംഭവമായിരുന്നു എന്ത്? കുരുമുളക്. യൂറോപ്പിൽ സമ്പത്തിൻ്റെയും ധനാഢ്യത്വത്തിൻ്റെയും പ്രതീകമായാണ് കുരുമുളകിനെ കരുതിയിരുന്നത്. കുരുമുളകിന് വേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കുരുമുളക് മാത്രമല്ല, ഒരുപാട് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത്. ഓക്കെ, ഇപ്പോൾ യവനപ്രിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അതേപോലെ തന്നെ കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസം വരുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിങ് തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1861 മാർച്ച് 12 മദ്രാസ് റെയിൽവേ കമ്പനി പ്രാവർത്തികമാക്കുന്നുണ്ട്. ആദ്യത്തെ റെയിൽവേ ലൈൻ എപ്പോഴാണ് പറയുക? ബേപ്പൂർ ടു തിരൂർ. എവിടെ മുതലാണ് പറയുക? ബേപ്പൂർ ടു തിരൂർ. അങ്ങനെ 1861 മാർച്ച് 12 ബേപ്പൂർ ടു തിരൂർ നിലവിൽ വരികയാണ്. മദ്രാസ് റെയിൽവേ കമ്പനി അങ്ങനെ അത് പ്രാവർത്തികമാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ബേപ്പൂർ ടു തിരൂർ. 1861 മാർച്ച് 12 മദ്രാസ് റെയിൽവേ കമ്പനി പ്രാവർത്തികമാക്കുകയാണ്. ബേപ്പൂർ ടു തിരൂർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1901 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി തരംതിരിച്ച് തന്നിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ വരുത്തിയത്. തിരുവിതാംകൂർ നോക്കുക. ഓരോ ഭൂ ഉടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാൻ്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കപ്പെടേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തു. അതേപോലെ തന്നെ 1812 അടിമത്തം നിരോധിച്ചു. ആരാണ് നിരോധിച്ചതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു. അടുത്ത് 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിന്യായ രംഗം പരിഷ്കരിച്ചു. 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും. അതേപോലെ 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. 1811. അടുത്ത നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ പുരോഗതി. അടുത്തത്
തലവരിക്കരം, ഊഴിയം, മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു. അപ്പോൾ ഫ്യൂഡൽ നികുതികളായിരുന്ന സംഭവമാണ് തലവരിക്കരം, ഊഴിയം. അടുത്ത 1888 8 അംഗങ്ങളോടുകൂടി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. 1888. അടുത്ത നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. പോസ്റ്റ് ഓഫീസ്, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ. എവിടെയാണ്? ആലപ്പുഴ. അടുത്ത കൊച്ചി ഭാഗത്ത് എന്തൊക്കെയാണ് മാറ്റം വന്നത് നോക്കാം. കീഴ്ക്കോടതികളും ഹുജൂർ കോടതികളും സ്ഥാപിക്കപ്പെട്ടു. പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലായി. 1845 കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കി. അടിമത്തം പദശുദ്ധി കേട്ടോ. അടുത്ത ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ കണ്ടെഴുത്ത് നടപ്പിലാക്കി. കണ്ടെഴുത്ത് നടപ്പിലാക്കി. അടുത്ത റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം സ്ഥാപിച്ചു. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. ഇനി മലബാറിൽ എന്താണ്? മലബാറിൽ എന്താണ്? ഓക്കെ, ജില്ലാ പ്രവശ്യ കോടതികൾ സ്ഥാപിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജനത്തോട്ടം സ്ഥാപിച്ചു. അഞ്ചരക്കണ്ടി സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾക്ക് വളരെ ഫേമസ് ആണ്, അറിയാലോ, കറുവാത്തോട്ടം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചരക്കണ്ടി. അടുത്ത നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചു. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. ഓക്കെ, രാജ്യത്തെ മറ്റു ഭാഗങ്ങളുമായി റെയിൽവേ ബന്ധം സ്ഥാപിച്ചു. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചു. തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. ഉദാഹരണം കനോലി കനാൽ. ഈ കനാലൊക്കെ നിർമ്മിക്കുന്നത് ഇതെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവർ പോയപ്പോൾ പിന്നീട് ഇതെല്ലാം നമ്മുടേതായി മാറിയെന്ന് തന്നെ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേ അവർ കൊണ്ടുവന്ന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഇവിടെ മലബാറിൽ. ഓക്കെ, എന്താണ് ഊഴിയം? നമ്മൾ നേരത്തെ പറഞ്ഞു, വേതനമില്ലാതെ നിർബന്ധമായ അധ്വാനമാണ് ഊഴിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പൈസ തന്നില്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? പണിയെടുക്കുക. അതാണ് എന്ത്? ഊഴിയം. ഊഴിയം. ഇനി എന്താണ് അറിവിൻ്റെ വ്യാപനം? ബ്രിട്ടീഷുകാരുടെ ആഗമനവും അറിവിൻ്റെ വ്യാപനവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് നോക്കാം. യൂറോപ്യന്മാരുടെ ആഗമനം, വിദേശ മിഷണറിമാരുടെ ഇടപെടൽ എന്നിവ വൈജ്ഞാനിക രംഗത്ത് ആഴത്തിലുള്ള സ്വാധീനമുളവാക്കി. 1577 പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിക്കുകയാണ്. 1577 പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിക്കുകയാണ്. പോർച്ചുഗീസുകാർ അച്ചടി കൊണ്ടുവന്നത് 1577. 1772 പ്രസിദ്ധീകരിക്കപ്പെട്ട സംക്ഷേപ വേദാർത്ഥം അല്ലെങ്കിൽ മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം. ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. അർണോസ് പാതിരി. ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ CMS അംഗമായിരുന്ന ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. 1846 CMS ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി ഒരു ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരികമായ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. 1847 ഇതേ ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ തലശ്ശേരിയിൽ പത്രം ആരംഭിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു പത്രങ്ങളുടെ പേര്? മലയാളത്തിലെ ആദ്യത്തെ പത്രം അതെന്ന് ചോദിക്കും. രാജ്യസമാചാരം, അതിനുശേഷം പശ്ചിമോദയം 1847. പിന്നീട് മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയ ഒരുപാട് പത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ പത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്? രാജ്യസമാചാരം. ഓക്കെ, നോക്കാം. കേരള സമൂഹത്തിൽ ആധുനികവൽക്കരണത്തിന്റെ പിന്നിലെ സുപ്രധാന ചാലകശക്തികളിൽ ഒന്നായിരുന്നു വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് മിഷണറിമാർ സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS, ചർച്ച് മിഷൻ സൊസൈറ്റി
എന്നിവ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ, LMS, CMS. ഈ CMS തിരുവിതാംകൂറിൽ മാത്രമല്ല കൊച്ചിയിലും ഉണ്ടായിരുന്നു. മലബാർ ഏരിയയിൽ ശ്രദ്ധിക്കുക, മലബാർ ഏരിയയിൽ BEM നമ്മൾ നേരത്തെ പറഞ്ഞ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ ഏരിയയിൽ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ ഏരിയയിൽ ആദ്യത്തെ പറയാം നമുക്ക്. ലണ്ടൻ മിഷനിലെ അംഗങ്ങളായിരുന്ന റവറർ മീഡ് വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ചർച്ച് മിഷൻ 1813 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. 1813 അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് വരാണ് CMS കോളേജ്. 1813 ചർച്ച് മിഷൻ. ഓക്കെ, അവർ ഒരു വ്യാകരണ വിദ്യാലയത്തിനും സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺപള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം 1818 മട്ടാഞ്ചേരിയിലായിരുന്നു. അതേസമയം സാൽവേഷൻ ആർമി വിഭാഗത്തിലെ സ്പാനിഷ് മിഷണറിമാർ, ഇംഗ്ലീഷ് മിഷണറിമാർ മാത്രമല്ല ബാക്കിയുള്ളവരുണ്ടായിരുന്നു. നേരത്തെ ജർമ്മൻ മിഷണറിമാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ് നാഗർകോവിൽ അടക്കമുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ആരാണ് നാഗർകോവിലിൽ സ്ഥാപിച്ചത്? ട്വിങ്കിൾ ടാബ്. അടുത്ത, മലബാറിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചരണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആയിരുന്നു. 1841 മിഷണറി ആയിരുന്ന റവറർ ഹബിക് കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കുന്നുണ്ട് 1841. കല്ലായിലും അതേപോലെ തന്നെ 1856 തലശ്ശേരിയിലും പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതേപോലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന മാതൃക വിദ്യാഭ്യാസ രംഗത്ത് കടക്കാൻ തദ്ദേശീയ ഭരണാധികാരികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്, സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതിബായി. ആരാണ്? ഗൗരി പാർവതിബായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യം നിർബന്ധിതമാക്കിയത് 1817. ഓക്കെ, ആരാണ് നിർബന്ധിതമാക്കിയത്? ആരാണ്? ഗൗരി പാർവതിബായി. അടുത്ത, തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം 1839 സ്ഥാപിക്കുന്നുണ്ട്. 1862 മറ്റൊരു ഇംഗ്ലീഷ് വിദ്യാലയം തലശ്ശേരിയിൽ തുടങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ക്രമേണ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒരു ശൃംഖല തന്നെ സ്ഥാപിക്കുന്നുണ്ട്. തലശ്ശേരി തുറമുഖത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന ബ്രണ്ണൻ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് 1862 മലബാറിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് ഇതൊരു ഒന്നാം തരം കോളേജായി മാറുന്നുണ്ട്. ഒന്നാം തരം മീൻസ് ഫസ്റ്റ് ഗ്രേഡ് കേട്ടോ. ഓക്കെ, 1866 പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വരുന്നുണ്ട്. ഇത് പിന്നീട് വിക്ടോറിയ കോളേജായി മാറുന്നുണ്ട്. 1866 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്, 1875 എറണാകുളം മഹാരാജാസ് കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. 1937 ഈ മഹാരാജാസ് കോളേജ് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആയിട്ട്, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി ആയിട്ട് 1937 മാറുന്നുണ്ട്. തിരുവിതാംകൂറിൽ സ്ഥാപിക്കപ്പെട്ടത് 1957 ഇത് എന്തായി മാറിയത്? കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, അത് 20 വർഷങ്ങൾക്ക് ശേഷം 1957 എന്ത് യൂണിവേഴ്സിറ്റിയായി മാറുന്നുണ്ട്? കേരള യൂണിവേഴ്സിറ്റിയായി മാറുന്നുണ്ട്. അടുത്ത, നിയമവ്യവസ്ഥ. അപ്പോൾ നിയമവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് സത്യപരീക്ഷകളായിരുന്നു. കുറ്റം ചെയ്ത ആളുടെ ജാതിക്കനുസരിച്ചിട്ടായിരുന്നു. ഇത് മാറ്റിയിട്ട് റൂൾ ഓഫ് ലോ, അതേപോലെ തന്നെ ഈക്വാലിറ്റി ബിഫോർ ലോ തുടങ്ങിയ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ഇനി നമുക്ക് ചെറുത്തുനിൽപ്പുകളിലേക്ക് പോകാം. ചെറുത്തുനിൽപ്പ് നമ്മൾ കഴിഞ്ഞ ഇതിലും കുറച്ച് ചെറുത്തുനിൽപ്പുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ്. മലബാറിൽ പഴശ്ശിരാജ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ. ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പിന്നീട് നമുക്ക് കുറിച്യ കലാപത്തിനെ കുറിച്ചും പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളിൽ ബ്രിട്ടീഷുകാർ ഏറ്റവും ഗൗരവമേറിയത്
എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു ഏത്? പഴശ്ശി റിവോൾട്ട്. പഴശ്ശി കലാപത്തിന് 2 കാലഘട്ടമുണ്ട്. ഒന്നാം കാലഘട്ടം 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാമത്തെ ഘട്ടം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം കലാപത്തിൻ്റെ പ്രാഥമിക കാരണം. 1792 മലബാർ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായപ്പോൾ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. അവരുടെ നികുതി നിർണയത്തിനും പിരിവിലും നിഷ്ഠൂരമായിരുന്നു. ഇതിനു പുറമെ പഴശ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ടിപ്പു സുൽത്താനെ എതിർത്തിരുന്ന കമ്പനിയുടെ ശക്തനായ പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരിക്കൽ ചോദിച്ചാണ്. അതായത് ടിപ്പുവിനെ തോൽപ്പിക്കാൻ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി ടിപ്പു തോറ്റതിന് ശേഷം ഒപ്പുവെച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ടിപ്പുവിനെ തോൽപ്പിക്കാൻ ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന വ്യക്തിയായിരുന്നു ആര്? പഴശ്ശിരാജ. പക്ഷെ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് പഴശ്ശിക്കല്ല. ഒപ്പം നിന്ന ആളിനെ ഒഴിവാക്കിയിട്ട് കുറുമ്പ്രനാട്ടെ വീരവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു രാജാവിന് കൊടുത്തു. അതായത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജാവിൽ നിന്ന് മാറ്റിയിട്ട് കേരളവർമ്മ പഴശ്ശിരാജയിൽ നിന്ന് മാറ്റിയിട്ട് ആർക്ക് കൊടുത്തു? കുറുമ്പ്രനാട്ടെ വീരവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു രാജാവിന് കൊടുത്തു. നായർ സമുദായ അംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായി എതിർത്തു. തുടർന്ന് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി മൈസൂരിൻ്റെ സഹായം തേടി. അവസാനം ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറുകയും 1797 പഴശ്ശിയുമായി അനുരഞ്ജനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ 1793-97 കുറുമ്പ്രനാട്ടെ രാജാവിന് നികുതി പിരിക്കാനുള്ള അവകാശം കൊടുത്തു. രണ്ടാമത്തത് 1800 പഴശ്ശി കലാപത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. കലാപകാരികൾ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം കേണൽ വെല്ലസ്ലി നടത്തി. പഴശ്ശിരാജാവിൻ്റെ സൈന്യത്തിന് കുറിച്യറും കുറുമ്പരുമായിരുന്നു വലിയൊരു വിഭാഗം. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി രാജയ്ക്കെതിരെ പട നയിച്ചു. 1805 അത് അവസാനിച്ചത്. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചു എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. എങ്ങനെയാണ് മരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചരിത്രകാരന്മാർ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. ഓക്കെ, ആത്മാഹുതി ചെയ്തു എന്നൊക്കെ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പഴശ്ശിയെക്കുറിച്ച് ബേബർ എന്താണ് പറയുന്നത്? പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്താനുള്ള ഉത്തരവാദിത്തം തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബറിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഓക്കെ, മൃതദേഹം അദ്ദേഹം പല്ലക്കിൽ വഹിച്ചുകൊണ്ട് മാനന്തവാടിയിൽ കൊണ്ടുവന്ന് ആചാര ബഹുമതികളോടെ എന്ത് ചെയ്യുന്നുണ്ട്? സംസ്കരിക്കുന്നുണ്ട്. ഡിസംബർ 31 അദ്ദേഹം മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് അയക്കുന്നുണ്ട്. ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഒരു രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ നിന്ന് ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വേറൊരു ശത്രു എന്നതിനുപരി നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടവനാണ്. എല്ലാ വർഗക്കാരും അദ്ദേഹത്തോട് ഒരുപോലെ താല്പര്യം കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് പഴശ്ശിരാജാവിന് ഒരു മതിപ്പ് ഉണ്ടായിരുന്നു. പഴശ്ശിരാജ. ഓക്കെ, അടുത്ത വേലുത്തമ്പി. മലബാർ കൈവശപ്പെടുത്തിയതിന് ശേഷം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലും കൊച്ചിയിലും കൂടി തങ്ങളുടെ രാഷ്ട്രീയ വാണിജ്യ താൽപ്പര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 1805 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുമായി സ്ഥായിയായ ഒരു സൗഹൃദം സ്ഥാപിച്ചു. ആശ്രയത്വം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നൊരു ശീലമായിരുന്നു. 1805 ശേഷം തിരുവിതാംകൂർ ആശ്രയത്തിലായിരുന്നു. അങ്ങനെ ഒരു സന്ധിയിലൊക്കെ അവർ ഒപ്പുവയ്ക്കുന്നുണ്ട്. ഇത് ഫലത്തിൽ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കുകയാണ്. അതായത് കപ്പം അടച്ചു തീർക്കാൻ പ്രസിഡന്റ് നിർബന്ധം ചെലുത്തുകയാണ്. അതേപോലെ തന്നെ രാജ്യത്തിന് വൻ തുക ചെലവാക്കേണ്ടി വരികയാണ്. ഓക്കെ, അങ്ങനെ മാത്തുത്തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന റദ്ദാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും വേലുത്തമ്പി ദളവയ്ക്ക് അത് പ്രശ്നമായി മാറി. അപ്പോൾ കമ്പനിക്കെതിരെ ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ ഇത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കേണൽ മെക്കാളയുടെ ഇടപെടലിനെ തുടർന്ന് വികാരം പങ്കുവച്ച കൊച്ചിയിലെ മുഖ്യമന്ത്രിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു, പാലിയത്തച്ഛൻ. അപ്പോൾ പാലിയത്തച്ഛനുമായിട്ടും ബന്ധമുണ്ടായിരുന്നു.
അങ്ങനെ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. 1808 ഡിസംബറിൽ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം തദ്ദേശീയ സൈന്യം ആക്രമിച്ചു. എന്നാൽ റെസിഡന്റ് ഒരു കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. അങ്ങനെ 1809 ജനുവരിയിൽ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നുണ്ട്. ആ വിളംബരത്തിൻ്റെ പേരാണ് കുണ്ടറ വിളംബരം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുണ്ടറ വിളംബരം. മലയാള വർഷം 984 മകരം 1. കുണ്ടറ വിളംബരം. ഓക്കെ. അങ്ങനെ ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിക്കുകയാണ്. പുതിയ ദളവയായി ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയെ പിടിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് മണ്ണടിയിൽ അഭയം തേടി അദ്ദേഹം മണ്ണടി എന്നുള്ള സ്ഥലത്ത് വെച്ച് അദ്ദേഹം അഭയം തേടി. അദ്ദേഹത്തിൻ്റെ ഭവനം ബ്രിട്ടീഷുകാരെല്ലാവരും വളഞ്ഞു. ജീവനോടെ പിടിക്കപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനായി അദ്ദേഹം ആത്മാഹൂതി ചെയ്യുകയാണ്. ഓക്കെ. പാലിയത്തച്ഛനെ പിടിച്ചിട്ട് കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെ പിടിച്ചിട്ട് മദ്രാസിലേക്ക് നാടുകടത്തി. എങ്ങോട്ടാണ്? മദ്രാസിലേക്ക് നാടുകടത്തി. ഇനി എന്താണ് കുറിച്യ കലാപം? പഴശ്ശി കലാപം അടിച്ചമർത്തിയതിനു ശേഷവും കുറിച്യ വിഭാഗത്തിനോട്, കുറിച്യ, കുറുമ്പർ ഇവരുടെയൊക്കെ തുണ്ടുഭൂമി ഇവർ പിടിച്ചെടുക്കുന്നുണ്ട്. അവർക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല അവരെ. കാരണം പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തല്ലോ. ബ്രിട്ടീഷുകാരെ സ്വാഭാവികമായിട്ടും അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഓക്കെ. നികുതി പണമായിട്ട് തന്നെ തരാൻ പറഞ്ഞു. സാധനങ്ങളായിട്ട് നികുതി വേണ്ട, പണമായിട്ട് തന്നെ അവരോട് നികുതി തരാൻ പറഞ്ഞു. ഇതവർക്ക് പ്രശ്നം ഉണ്ടാക്കി. 1812 മാർച്ചിൽ കലാപം ആരംഭിക്കുന്നുണ്ട്. കലാപകാരികളുടെ നേതാവ് രാമനമ്പി അഥവാ രാമൻ മൂപ്പൻ ആയിരുന്നു. അപ്പോൾ കലാപകാരികളുടെ നേതാവ് ആരായിരുന്നു? രാമനമ്പി അഥവാ രാമൻ മൂപ്പനായിരുന്നു. 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിക്കുകയാണ്. ഓക്കെ. കലാപം അടിച്ചമർത്തിയെങ്കിലും ഇതെല്ലാം അന്ന് മുതലേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് പിന്നീട് വീര്യം നൽകുകയാണ് ഉണ്ടായത്. കുറിച്യ കലാപം 1812, നേതാവ് രാമനമ്പി അല്ലെങ്കിൽ രാമൻ മൂപ്പൻ. ഓക്കെ. മാപ്പിള കലാപങ്ങൾ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. മലബാർ മാനുവലിൻ്റെ രചയിതാവിൻ്റെ പേര് എഴുതുക. എന്തായിരുന്നു പേര്? വില്യം ലോഗൻ അല്ലേ? മലബാർ മാനുവൽ. എന്താണ് മാപ്പിള കലാപങ്ങൾ? അതായത് 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപ പരമ്പരകൾ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. 50-ലധികം കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായതെന്ന് വില്യം ലോഗൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു 1921 മലബാർ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിള കലാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ 1921 ആ ഒരു സംഭവം മാത്രം ഓർമ്മ വരരുത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതായത് 19-ാം നൂറ്റാണ്ടിൽ എല്ലാം കൂട്ടി നോക്കുമ്പോൾ 50-ലധികം കലാപങ്ങൾ നടന്നിരുന്നു. അടുത്ത സാമൂഹ്യ പരിഷ്കരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതിനെതിരെ ഇവിടെയുള്ള ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി. മിഷണറിമാർ വരാൻ തുടങ്ങി. വിദ്യാഭ്യാസം കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളും എല്ലാം നടത്തി ഇവിടെ സാമൂഹിക പരിഷ്കരണം നടക്കുകയാണ്. ഇപ്പോൾ നോക്കുക, വൈകുണ്ഠസ്വാമികൾ പ്രസ്ഥാനം, സമത്വ സമാജം 1836 സമത്വ സമാജം. ഒരിക്കൽ ചോദിച്ചിരുന്നു ഇവരെല്ലാം വന്നിരുന്നത്, അതായത് നവോത്ഥാന നായകരെല്ലാം വന്നിരുന്നത് സോക്കോൾഡ് ഹൈകാസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ പൈസ ഉള്ളവരും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നുമല്ല, നേരെ തിരിച്ചാണ്. ഓക്കെ. നോക്കുക, സമത്വ സമാജം പ്രസിദ്ധീകരണം അഖിലത്തിരുട്ട് അരുൾനൂൽ. എന്താ പരിഷ്കരണം? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. ധാർമ്മിക വിദ്യാഭ്യാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു. ഒരു തരത്തിലുള്ള വിവേചനമില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. സമത്വ സമാജം. അടുത്ത ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. പ്രസിദ്ധീകരണങ്ങൾ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി. ഒന്നുകൂടെ പറയാം, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി. പരിഷ്കാരം
അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസ, വാണിജ്യ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വാചകം. അതേപോലെ തന്നെ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി. അടുത്ത ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. വളരെ പ്രധാനപ്പെട്ട കൃതികളാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. പരിഷ്കാരം, ജാതി വ്യവസ്ഥ, യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങൾ എന്നിവയെ എതിർക്കുകയാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകുന്നുണ്ട്. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. അടുത്ത അയ്യങ്കാളി പ്രസ്ഥാനം, സാധുജന പരിപാലന യോഗം. പരിഷ്കാരങ്ങൾ, താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കൊടുക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്കൂൾ പ്രവേശനം നൽകുന്നതിന് അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ജാതി വ്യവസ്ഥയെ എതിർക്കുന്നുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം ഇങ്ങനെയുള്ളതെല്ലാം നയിക്കുന്നുണ്ട്. വെങ്ങാനൂർ അല്ലേ. ഓക്കെ, സാധുജന പരിപാലന യോഗം. അടുത്ത വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ സ്വദേശാഭിമാനി, പക്ഷേ അതിൻ്റെ പത്രാധിപർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അല്ലേ. ഓക്കെ, അൽ ഇസ്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൽ ഇസ്ലാം, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. അടുത്ത വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, അഭിനവ കേരളം മാസികയാണ്. അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ പിന്തുണച്ചു. ദുർബല സമൂഹങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ, ആത്മാനുതാപം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്മാനുതാപം അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇടയ നാടകങ്ങൾ, അതേപോലെ തന്നെ ധ്യാന സല്ലാപങ്ങൾ, അതേപോലെ തന്നെ നാലാഗമങ്ങൾ. പരിഷ്കാരങ്ങൾ, മധ്യകേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. പള്ളിക്കൂടങ്ങൾ. അതേപോലെ തന്നെ 1846 കോട്ടയത്ത് മാന്നാനത്തൊരു സംസ്കൃത വിദ്യാഭ്യാസം സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരുപാട് അനാഥാലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിടിയരി സമ്പ്രദായം കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വി ടി ഭട്ടതിരിപ്പാട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകമാണ്. ആരാ എഴുതിയെന്ന് ചോദിക്കും. ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. പരിഷ്കാരങ്ങൾ, നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും അദ്ദേഹം ചെറുത്തു. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധീകരണമാണ് ഇത്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? നാടകം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടം, ചാന്നാർ കലാപം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാന്നാർ കലാപം. അതായത് സാമൂഹിക നീതി സംരക്ഷിക്കുന്നതിനായി നടന്ന ആദ്യകാല സമരങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് തെക്കൻ തിരുവിതാംകൂറിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് തിരുവിതാംകൂറിലാണ്? തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ചാന്നാർ കലാപം. സമൂഹത്തിൽ സവർണർ എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്കുണ്ടായിരുന്ന പോലെ തന്നെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അന്ന് ബാക്കിയുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ആ സമയത്ത് സമരം ചെയ്യണം. അദ്ദേഹം നോക്കുക, ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ കേണൽ മൺറോ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ഇതുകൊണ്ട് സംതൃപ്തരാകാതിരുന്ന ചാന്നാർ സമുദായത്തിലെ ആളുകൾ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മേൽമുണ്ടും കൂടി ധരിച്ച് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ ബാക്കിയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് സവർണർ എന്ന് പറയപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കലാപം ആരംഭിച്ചു. 1859 ജൂലൈ 26 വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ വിലക്കുകളും പിൻവലിക്കുകയാണ്. അങ്ങനെ 1859 ആ സമയത്ത് മദ്രാസിലെ ഗവർണർ പുറപ്പെടുവിച്ചത് വഴി ഇവിടെ അത് വരികയാണ്. ആ സമയത്ത് ഇവിടെ രാജാവായിട്ട് ഉണ്ടായിരുന്ന വ്യക്തി, തിരുവിതാംകൂറിലെ രാജാവ് ആരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വൈക്കം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന
പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924, 25 ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു. ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ ഇവരായിരുന്നു പ്രധാന നേതാക്കന്മാർ. ടി കെ മാധവൻ അദ്ദേഹം ഒരു പ്രമേയം പാസ്സാക്കുന്നുണ്ട് 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ. അങ്ങനെ ഈ ഒരു പ്രക്ഷോഭത്തിന് വഴി നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അമ്പലത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള വഴി നടക്കാൻ വേണ്ടിയിട്ട് മന്നത്ത് പത്മനാഭൻ ഇതിന് സവർണ ജാഥ നടത്തിയിട്ട് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. ആ സമയത്ത് റാണിയായിരുന്ന, ഇത് തുടങ്ങുമ്പോൾ റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു, അവർക്ക് നിവേദനം നൽകി. വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി ജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകരമായി. ഒടുവിൽ 1925 പ്രക്ഷോഭം എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഓക്കെ, ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1920, 25, 27, അതേപോലെ തന്നെ 34, 37. ഒന്നുകൂടെ പറയാം, 1920, 25, 27, 1934, 1937. രണ്ടാം തവണ വന്നത് വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. വൈക്കം ഹീറോ EV രാമസ്വാമി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ടി കെ മാധവൻ. ഓക്കെ, അപ്പോൾ 1925 നവംബർ 23 ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ബാക്കിയുള്ള 3 വശങ്ങളിലുള്ള റോഡും തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് വരികയാണ്. ഓക്കെ, അടുത്തത് നോക്കാം, ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിലെ പ്രധാന ഏടായിരുന്നു. കാരണം ഇത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു സംഭവമായിരുന്നു. 1931 നവംബർ 1 കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഇതിൻ്റെ നേതാവ് കെ കേളപ്പനായിരുന്നു. ഓക്കെ, AK ഗോപാലൻ AKG ജാഥ ക്യാപ്റ്റൻ അല്ലെങ്കിൽ വളണ്ടിയർ ക്യാപ്റ്റനായി. പി കൃഷ്ണപിള്ളയെ വളരെ ക്രൂരമായിട്ട് ഇവർ ആക്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു സത്യാഗ്രഹമായിരുന്നു 1932 ഗുരുവായൂർ സത്യാഗ്രഹം. അങ്ങനെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഗാന്ധിജി വിശേഷിപ്പിച്ച ക്ഷേത്രപ്രവേശനം സാധ്യമാവുകയാണ് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തൻ്റെ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത പാലിയം സത്യാഗ്രഹം. 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന സത്യാഗ്രഹമായിരുന്നു. അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. കൊച്ചി രാജ്യത്തിലെ ക്ഷേത്രങ്ങളിലേക്കും സവർണറുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. കൊച്ചിയിലെ മുൻ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തിനുള്ള വീടിന് മുമ്പിലൂടെ റോഡിൽ കൂടെ നടക്കാനുള്ള അവകാശത്തെ ഹനിച്ചു. അങ്ങനെ അത് ഒരു സംഘർഷത്തിലേക്ക് നയിച്ചു. അങ്ങനെ പാലിയം സത്യാഗ്രഹം നടക്കുകയാണ്. പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബം നിർബന്ധിതരായി. ഓക്കെ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം ഇവരെല്ലാവരും സംയുക്തമായിട്ട് സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നുണ്ട്. സി കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം 1947 ഡിസംബർ 4 ആരംഭിക്കുന്നത്. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം എന്ത് ചെയ്യുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. AG വേലായുധൻ, അതിൽ രക്തസാക്ഷിയായ വ്യക്തിയാണ് AG വേലായുധൻ. 1948 ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുത്തു. തുടർന്ന് അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിക്കുന്നുണ്ട്. പാലിയം സത്യാഗ്രഹം. അടുത്ത ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ വലിയതായിട്ട് ഡീപ്പായിട്ടും നമ്മൾ പറയുന്നില്ല, നമ്മളൊരു ടൈം ലൈൻ പോലെ പറഞ്ഞു പോവുകയാണ്. INC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1885 സ്ഥാപിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ, അപ്പോൾ അതിൽ C ശങ്കരൻ നായർ, GP പിള്ള ഇവരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യത്തെ പ്രധാന നേതാക്കന്മാർ. ആരൊക്കെയാണ്? C ശങ്കരൻ നായർ, GP പിള്ള, ബാരിസ്റ്റർ GP പിള്ള. ഈ GP പിള്ളയെക്കുറിച്ചാണ്
ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഗാന്ധിജി പരാമർശിച്ചിട്ടുള്ള ഒരേ മലയാളി കൂടിയാണ് ആര്? GP പിള്ള. 1897 INC-യുടെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആരായിരുന്നു? സർ സി ശങ്കരൻ നായരായിരുന്നു. ദേശീയ പ്രസ്ഥാനം കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉള്ളതിനേക്കാൾ ശക്തമായിരുന്നു മലബാറിൽ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശമായിരുന്നു. നമുക്ക് കൊച്ചിയിൽ എന്താ നടന്നു നോക്കാം. 1921 കേരള പ്രവശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം. 1921 കേരള പ്രവശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം. 1930 എല്ലാവർക്കും അറിയാം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മലബാറിലാണ് ഉണ്ടായിരുന്നത്, പക്ഷെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം കേരള പ്രവശ്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നടന്നിരുന്നു. 1936 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ദിവാൻ ഷൺമുഖം ചെട്ടി, RK ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിനെതിരെ തൃശ്ശൂരിൽ വൈദ്യുത പ്രക്ഷോഭം. തൃശ്ശൂരിലാണ് വൈദ്യുത പ്രക്ഷോഭം നടന്നത്. തൃശ്ശൂർ കൊച്ചിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ നാട്ടുരാജ്യം ചോദിച്ചാൽ കൊച്ചിയാണ്, സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ്. 1936 വൈദ്യുത പ്രക്ഷോഭം. 1941 VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വന്നത്. ചോദിച്ചാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 1941 VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വന്നു. 1941 VR കൃഷ്ണൻ എഴുത്തച്ഛൻ, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. 1942 പ്രജാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1946 കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രജാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിച്ചു. 1948 ശ്രദ്ധിച്ചേക്കുക, ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ. പ്രജാമണ്ഡലം ഔപചാരികമായി INC-യിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി 1948. ഓക്കെ, അടുത്ത മലബാർ. 1920 കുടിയാന്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടിയാന്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട രാഷ്ട്രീയ സമ്മേളനം എന്ന് ചോദിക്കും. മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം, നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മലബാർ. അടുത്ത 1921 T പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് വെച്ച ആദ്യത്തെ അഖില കേരള പ്രവശ്യ സമ്മേളനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടി പ്രകാശം ഒറ്റപ്പാലത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ ആദ്യത്തെ അഖില കേരള പ്രവശ്യ സമ്മേളനം. ഓക്കെ, അതേപോലെ തന്നെ വാഗൺ ദുരന്തം നടന്നതും ഈ സമയത്തായി. രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം 1932 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. സ്ത്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടിട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. നിവർത്തന പ്രക്ഷോഭം 1932 തിരുവിതാംകൂർ. ആരാണ്? C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്.
അടുത്ത 1938 ഉത്തരവാദിത്ത ഭരണം നേടുന്നതിനായി പട്ടം എം താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. ഉത്തരവാദിത്ത ഭരണം വേണമെന്ന് പറഞ്ഞിട്ട്. രാജ്യമൊട്ടാകെ സിവിൽ നിയമലംഘന സമരം. അക്കാമ ചെറിയാൻ നയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിന്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരം. ഉത്തരവാദിത്ത ഭരണം ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഭരണകൂടം. അതാണ് ഉത്തരവാദിത്ത ഭരണകൂടം. അടുത്ത ജനകീയ സമരങ്ങൾ. അതല്ലാതെ ഒരുപാട് ജനകീയ സമരം നടന്നിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഇടതുപക്ഷ ആശയങ്ങളൊക്കെ വന്നപ്പോൾ 1941 കയ്യൂർ സമരം, 1946 പുന്നപ്ര സമരം, പുന്നപ്ര വയലാർ സമരം. ഓക്കെ, അങ്ങനെ 1940 മൊറാഴയിൽ നടന്ന കർഷക സമ്മേളനത്തിന്റെ നേർക്ക് ശ്രദ്ധിച്ചേക്ക്. 1940 സെപ്റ്റംബറിൽ മൊറാഴയിൽ നടന്ന കർഷക സമ്മേളനത്തിന്റെ നേർക്കുണ്ടായ പോലീസ് നടപടി കലാപത്തിലേക്ക് നയിച്ചു. അങ്ങനെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കേരളം ഉണ്ടായത് എന്ന കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കുക, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 പ്രദേശങ്ങൾ. പക്ഷെ ഇവിടെ എല്ലാം സംസാരിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമായ ലീലാസുരത്തിലെ